ദൈവതിരുനാമം മഹത്വമായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്നത്തെ ധ്യാനചിന്താ വേദഭാഗം പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉപസംഹാരമാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ ജീവിതശൈലി വെളിപ്പെടുത്തുന്ന 4 ജോഡി ദൃഷ്ടാന്തങ്ങളാണ് പ്രതിപാദ്യ വിഷയം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്ന ഇടുക്കുവാതിലൂടെ കടക്കുവീൻ എന്ന തിരുവചനമാണ്. എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, നാരോ ഗേറ്റ് ലീഡ്സ് ടു ലൈഫ്. ക്രിസ്തുവിന്റെ ഭാവനയിൽ ഉണ്ടായ ഇടുങ്ങിയ വാതിൽ പ്രയോഗം ഒരുപാട് അർത്ഥവ്യാപ്തി നൽകുന്ന മനോഹരമായ ഒരു ബിംബമാണ്. കർക്കശമായ ചിട്ടയിലൂടെ സ്വയം മെരുക്കുന്ന കായികാഭ്യാസി, പുണ്യത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ സ്വയം ത്യാഗം ഏറ്റെടുക്കുന്ന വിശ്വാസി, കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വയം മറന്നു ജീവിക്കുന്ന മാതാപിതാക്കളും, സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വയം വഴിമാറി കൊടുക്കുന്ന കൂടപ്പിറപ്പുകളും, വേദനിക്കുന്നവരുടെ കണ്ണുനീറൊപ്പുവാൻ സ്വയം വിട്ടുകൊടുക്കുന്ന സാമൂഹിക പ്രവർത്തകർ, ഇവരെല്ലാം ഇടുങ്ങിയ വാതിലിന്റെ സുവിശേഷം പേറുന്നവരാണ്. മലയാള സാഹിത്യത്തിൽ മനോഹരമായ ഒരു ചൊല്ലുള്ളത്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ഒരു പതുങ്ങൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ഇടുങ്ങിയ വാതിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള നോമ്പനുഷ്ഠാനങ്ങളാണ്. നഷ്ടപ്പെട്ടതോ ചുരുങ്ങിപ്പോയതോ ഒക്കെ തിരിച്ചു പിടിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ ഉള്ള ഇച്ഛാശക്തിയുടെ വിജയകാലമാണ് ഇവ. ഈഗിളിന്റെ ജീവിതകാലം പഠന വിഷയമാക്കിയാൽ കുറച്ചുകൂടി ഇത് വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും. ഏതാണ്ട് 70 വർഷത്തോളം ആയുർദൈർഘ്യമുള്ള ഈ ജീവി അതിൻ്റെ ആദ്യ 40 വർഷക്കാലം അതിൻ്റെ സർവപ്രതാപത്തിലുമാണ് ജീവിക്കുന്നത്. നല്ല ദൂരക്കാഴ്ച, ഇര തേടുവാനുള്ള മൂർച്ചയുള്ള വളഞ്ഞ ചുണ്ട്, മൂർച്ചയുള്ള നഖം, ശക്തിയായി പറക്കുവാനുള്ള ചിറകുകളും. എന്നാൽ 40 വയസ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഈഗിളിന്റെ കണ്ണിന്റെ ദൂരക്കാഴ്ച നഷ്ടപ്പെടും. ചുണ്ടുകൾ കൂടുതൽ വളഞ്ഞും നഖങ്ങൾ മൂർച്ചകൾ നഷ്ടപ്പെട്ടും ചിറകുകൾക്ക് ഭാരം വർദ്ധിച്ച് പറക്കുവാൻ കഴിയാതെയും അങ്ങനെ ഇരകിട്ടാതെ തളർന്ന കാലമുണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ജീവിയുടെ മുൻപിൽ 2 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ വേദനാജനകമായ ഒരു പ്രക്രിയയിൽ കൂടി ഒരു മാറ്റത്തിന് വിധേയപ്പെടുക. എല്ലാ കഴുകന്മാരും ഈ 2ാമത്തെ രീതിയാണ് പൊതുവെ അവലംബിക്കാറുള്ളത്. ക്ഷീണിതനായ കഴുകൻ ഏറ്റവും ഉയരം കൂടിയ പർവ്വതത്തിന് മുകളിൽ ശക്തമായിരിക്കുന്ന പാറയുടെ മുകളിൽ കടന്നു ചെന്ന് അവിടെ ഒരു കൂട് കൂട്ടുകയും ആ കൂട്ടിനകത്ത് അനേക ദിവസങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ഏറ്റവും പരുക്കമായിരിക്കുന്ന പാറയിൽ മേൽ അതിൻ്റെ ചുണ്ടുകളും അതിൻ്റെ നഖങ്ങളും ഉരസി അത് ഏറ്റവും യോഗ്യമാകുന്ന രീതിയിൽ അതാകുന്നു. ഈ ചുണ്ടുകൾ കൊണ്ട് ഈ ഈഗിളിന്റെ ശരീരത്തിലെ എല്ലാ തൂവലുകളും അത് കൊത്തിപ്പറിച്ച് കളയുന്നു. രക്തം പൊടിക്കുന്ന ഈ ശരീരത്തിന്റെ വേദനാജനകമായ അസഹ്യമാകുന്ന അനുഭവത്തിലും ശക്തമായ ചൂടും ശക്തമായ തണുപ്പും ശക്തമായ മഴയും എല്ലാം
അതിജീവിച്ച് ത്യാഗപൂർണമാകുന്ന ജീവിതശൈലിയിൽ കൂടി ദിനങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ പിഴുതു മാറ്റിയ തൂവലുകൾക്ക് പകരം പുതിയ തൂവലുകൾ മുളച്ചു വരികയും പുതിയ തൂവലുകൾ രൂപപ്പെട്ട് വലിയ ചിറക് വിരിച്ച് വീണ്ടും പറക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ പുതുജീവൻ ഉണ്ടാക്കുന്ന ഈ കഴുകൻ വീണ്ടും പുതിയ ജീവിതത്തിൽ പഴയ പ്രതാപത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ജീവിക്കുന്നതായി പഠനം തെളിയിക്കുന്നു. ഇത്തരം വേദനാജനകമായതും ത്യാഗപൂർണവുമായ ജീവിതത്തെയാണ് ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ത്യാഗവും സഹനവുമാണ് ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴി. പരിശുദ്ധനാകുന്ന പത്രോസ്ലീഹ തന്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ പരിജ്ഞാനം കൊണ്ടും, പരിജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ ഉത്സാഹിപ്പീൻ. ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരാകുവാൻ ഇപ്രകാരം സ്വയം ഒതുങ്ങുന്ന, സ്വയം മെരുങ്ങുന്ന ഇടുങ്ങിയ മാർഗം സ്വീകരിക്കണം. അവിടെയാണ് ജീവന്റെ സമൃദ്ധി ഉണ്ടാകുന്നത്. സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഊഷ്മളത ഉണ്ടാകുന്നത്. ജീവിതമാണ് അർത്ഥപൂർണമാകുന്നത്. സർവശക്തനാകുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.